പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്ത ഇന്ത്യയിലെ സാംസ്കാരികവും ചരിത്രപരവുമായ ഒരു പ്രധാന കേന്ദ്രമാണ്. സാഹിത്യവും സംഗീതവും കലകളും നിറഞ്ഞ സമ്പന്നമായ പൈതൃകം പശ്ചിമ ബംഗാളിനുണ്ട്. മനസ്സ് തൊടുന്ന മയിൽപ്പീലി സ്പർശം പോലെ രവീന്ദ്ര സംഗീതവും സിരകളിൽ മഴയായി പെയ്തിറങ്ങുന്ന ബാവുൽ സംഗീതവുമൊക്കെ പശ്ചിമ ബംഗാളിൻ്റെ മാത്രം സവിശേഷതകളാണ്. ഒരു ഭാഗത്ത് സമ്പന്നതയുടെ തിളക്കവും മറുഭാഗത്ത് ദാരിദ്ര്യത്തിൻ്റെ മുഷിപ്പും ബംഗാളിൻ്റെ പൊതു കാഴ്ചകളാണ്. കൊൽക്കത്ത പോലത്തെ മഹാനഗരത്തിൽ പാതയോരങ്ങളിലും നടവഴികളിലുമൊക്കെ മുഷിഞ്ഞ തുണികളും പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ച ഇടങ്ങളിൽ പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യരും, റോഡിൽ കിടക്കുന്നവരും, അവിടെ തന്നെ കുളിക്കുന്നവരും, ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവരും, മനുഷ്യനെ വലിച്ചുകൊണ്ടു പോകുന്ന റിക്ഷകളും രജനിബിഡമായ ചേരികളും മുഷിഞ്ഞ് നിറം മങ്ങിയ ജീവിതങ്ങളുമാണ് ബംഗാൾ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക. ജീവിതം ജീവിച്ചു തീർക്കാൻ വേണ്ടി മനുഷ്യർ പെടുന്ന പെടാപ്പാട് വളരെ ദയനീയമാണ്. എന്നിരുന്നാലും ഭൗമശാസ്ത്രപരമായ വൈവിധ്യം ശ്രദ്ധേയമാണ്. വടക്കൻ ഭാഗങ്ങളിൽ മനോഹരമായ ഡാർജിലിംഗ് മലനിരകളും തെക്കൻ ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മാംഗ്രൂവ് വനമായ സുന്ദർബൻസും നിലകൊള്ളുന്നു. കൃഷിയും വ്യവസായവും സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന അടിത്തറകളാണ്. പ്രത്യേകിച്ച് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ചായയും പ്രധാന വിളകളാണ്. ഇതുകൂടാതെ വിവിധ ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് ദുർഗാപൂജ ഈ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ഐക്യവും ആവേശവും പ്രകടമാക്കുന്നു. കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സമ്പന്നതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു മഹാസമ്മേളനമാണ് പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒന്നുമല്ല. നമ്മൾ കുറച്ച് ദൂരം അങ്ങ് യാത്ര ചെയ്ത് വെസ്റ്റ് ബംഗാളിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ. പശ്ചിമ ബംഗാൾ, അതെ, പശ്ചിമ ബംഗാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. മുന്നേ കുറേ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പശ്ചിമ ബംഗാളിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാനുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമങ്ങളുടെ കാഴ്ച. ഗ്രാമങ്ങൾ മാത്രമല്ല, ചരിത്രമുറങ്ങുന്ന ഒരു പ്രധാന പ്രദേശം കൂടിയാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു പ്രദേശമാണ്. ഹിസ്റ്ററിയിലേക്കൊക്കെ നമുക്ക് പിന്നെ പോകാം. എന്തായാലും നമ്മുടെ ഗ്രാമക്കാഴ്ചകളാണ് നമ്മൾ ആദ്യമേ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് പശ്ചിമ ബംഗാളിൽ 24 നോർത്ത് പർഗാൻസിലെ ചക്ല എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. എന്തായാലും അതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. ഞാൻ യാത്ര ആരംഭിച്ചത് കേരളത്തിൽ നിന്നാണ്. അത് നിങ്ങൾക്കറിയാം. എന്തായാലും കേരളത്തിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ച് ബാംഗ്ലൂരിലേക്ക് എത്തുകയും ബാംഗ്ലൂരിൽ നിന്നാണ് പിന്നീട് ഞാൻ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. യാത്ര വളരെ രസകരമായ യാത്രയായിരുന്നു. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം, നമ്മൾ പലതരത്തിൽ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ട്രെയിൻ മുഖേന യാത്ര ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റ് മുഖേന യാത്ര ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബസ് മുഖേന കേരളത്തിൽ നിന്ന് ഞാൻ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അറിയാമോ എന്നെനിക്കറിയില്ല, ബാംഗ്ലൂരിൽ നിന്ന് ഒറ്റ ബസ്സുണ്ട് കൊൽക്കട്ടയ്ക്ക്. അങ്ങനെ ഒരു സർവീസ് നടത്തുന്നുണ്ടോ എന്നുള്ളത് കൊൽക്കട്ട താമസിക്കുന്ന ആൾക്കാർക്ക് 99% അറിയാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഇതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ വിളിച്ചന്വേഷിച്ച ആൾക്കാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ കുറേ സെർച്ച് ചെയ്ത് അങ്ങനെ ഒരു സർവീസുകൾ നടത്തുന്ന കുറച്ച് ബസ്സുകളെ ഞാൻ കണ്ടെത്തിയായിരുന്നു. ഒരു 4 ബസ് സർവീസുകൾ നടത്തുന്നുണ്ട്. 4 ടീംസ്, അതായത് 4 പ്രൈവറ്റ് കമ്പനികൾ ബസ് സർവീസ് ബാംഗ്ലൂരിൽ നിന്ന് കൊൽക്കട്ടയ്ക്ക് നടത്തുന്നുണ്ട്. അങ്ങനെ എന്തായാലും സെർച്ച് ചെയ്ത് ഒരു ബസ് കമ്പനിയിൽ ബുക്ക് ചെയ്തു. ഈ പറയുന്ന രീതിയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊൽക്കട്ടയ്ക്ക് ബുക്ക് ചെയ്തു. കേരളത്തിൽ നിന്ന് വന്നതും ബാംഗ്ലൂരിലേക്ക് വന്നത് ബസ്സിലാണ് കേട്ടോ. അത് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് എപ്പോഴും വാഹനങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. നമ്മുടെ KSRTC ആണെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സർവീസുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് കൊൽക്കട്ടയ്ക്കുള്ള യാത്ര വളരെ രസകരമായ യാത്രയായിരുന്നു. ഞാൻ ബുക്ക് ചെയ്ത കമ്പനിയുടെ പേര് ദേശാത്രി എന്നായിരുന്നു. ദേശാത്രി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അങ്ങനെ എന്തോ ആണ് അവരുടെ കമ്പനിയുടെ പേര്. എന്തായാലും ബസ് ബുക്ക് ചെയ്തു. അങ്ങനെ ബസ് ബുക്ക് ചെയ്ത് പോകാൻ സമയമായപ്പോഴത്തേനും പോകുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ അവരെന്നെ വിളിച്ചു. ബസ് ക്യാൻസലായി, നിങ്ങൾക്ക് ആ ബസ്സിൽ പോകാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. വോൾവോയാണ് ബുക്ക് ചെയ്തത്. വോൾവോയുടെ മൾട്ടി ആക്സിൽ B11R, അത് കുറച്ച് വലിയ വാഹനമാണ്. അതാണ് ഞാൻ ബുക്ക് ചെയ്തത്. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ആ വാഹനം നമുക്ക് ക്യാൻസലായി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ വേറെ ഒരു വാഹനം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വേറൊരു കമ്പനിയുടെ വാഹനം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കമ്പനിയുടെ പേര് റോയൽ ക്രൂസ് എന്ന് പറയുന്ന ഒരു ബസ് സർവീസായിരുന്നു.
എന്തായാലും ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും. കാരണം ഞാൻ റേറ്റിംഗ് നോക്കിയപ്പോഴത്തേനും കുറച്ച് നല്ല കമ്പനി ഈ ദേശാത്രി എന്ന് പറയുന്ന കമ്പനി തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു ഈ ഒരു വാഹനത്തിൽ പോകാനായിട്ട്. എന്തായാലും മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ബസ്സിൽ കയറാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ എല്ലാം റെഡിയായി. ഞാൻ നിൽക്കുന്ന സമയത്ത് ബസ് പുറപ്പെടുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തല്ല ആക്ച്വലി ആ ബസ്സുള്ളത്. ഞാൻ ബസ് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയി, അപ്പോൾ ആ സ്ഥലത്തല്ല ബസ്സുള്ളത്, അവിടെ നിന്ന് മാറി ഒരു 15 കിലോമീറ്റർ അപ്പുറയാണെന്ന് പറഞ്ഞു. പിന്നെയും നമ്മൾ പെട്ട്, ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു ധാരണയായി. അങ്ങനെ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ഇതിനു വേണ്ടി മാത്രം ഞാൻ കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ഈ വാഹനത്തിൽ കയറാൻ വേണ്ടി വന്നു. നിങ്ങൾ ബസ് മാറ്റിയപ്പോൾ ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് കൊണ്ട് സംഭവിക്കാം, സ്വാഭാവികം. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇനി നിങ്ങൾ സ്ഥലവും മാറുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ വേറെ ടാക്സി വിളിച്ച് വേറെ സ്ഥലത്ത് പോയിട്ട് കയറണമെങ്കിൽ അതിനും ചിലവ് കൂടുതലാണ്. അതിന് 10-350 രൂപ നമുക്ക് ചിലവ് വരും എന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞു ആ പേയ്മെൻറ്റ് ഞങ്ങൾ തന്നോളാം സാർ, ഒരു കാര്യം ചെയ്തൊരു ടാക്സി വിളിച്ച് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവരുമായിട്ട് എഗ്രി ചെയ്ത്, ഒരു ടാക്സി പൈസ തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് ടാക്സിയൊക്കെ വിളിച്ച് ഞാൻ ഈ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോഴത്തേനും ഞാൻ അവർ തന്ന നമ്പറിൽ വിളിച്ചു, ആ ബസ് ഡ്രൈവറുടെ നമ്പറിൽ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുത്തില്ല. കുറേ ഇറങ്ങി ചെയ്തപ്പോഴത്തേനും ഒരു പ്രാവശ്യം അദ്ദേഹം ഫോൺ എടുത്തു. ഞങ്ങൾ വരികയാണ് സാർ, വെയിറ്റ് ചെയ്യണം. രാത്രി 10 മണിക്കാണ് ബസ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഞാനൊരു 9:45, 9:00 ആയപ്പോൾ ചെന്നു. സാധാരണ രീതിയിൽ ആ സമയത്തൊക്കെ അവിടെ ബസ് വന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. എന്തായാലും അവിടെ എത്തിയപ്പോഴത്തേനും ബസ് വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ ഇറങ്ങിയത്. 10:30 ആയപ്പോഴത്തേനാണ് ആക്ച്വലി ബസ് വന്നത്. അങ്ങനെ 10:30 ആയപ്പോഴത്തേനും ബസ് വന്നു. ആദ്യത്തെ പാസഞ്ചർ എന്ന നിലയിൽ ഞാൻ കയറി. 10 മണിക്ക് പുറപ്പെടേണ്ട ബസ് എന്നാണ് എന്നോട് പറഞ്ഞത്. അവർ പറഞ്ഞത് അവരുടെ ബസ് പുറപ്പെടുന്ന സമയം 11-11:30 ആയിരുന്നു. പക്ഷേ അവരെന്നോട് പറഞ്ഞ് 10 മണിയാകുമ്പോൾ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പോയത്. എന്തായാലും ബസ് വന്നു. വളരെ സന്തോഷത്തോടെ, വളരെ പ്രതീക്ഷയോടെ ആ ബസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. റോയൽ ക്രൂസ് എന്ന് പറയുന്ന ആ ഒരു ബസ്സിലേക്ക്. പുറമേയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. എന്തായാലും വോൾവോയാണ് ഞാൻ ബുക്ക് ചെയ്തത്. വോൾവോ 11R എന്ന് പറഞ്ഞ വാഹനമായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷേ പകരം വന്നത് വോൾവോ B9R എന്ന് പറഞ്ഞൊരു വാഹനമായിരുന്നു. എന്തായാലും ഞാൻ ബസ്സിനുള്ളിലേക്ക് പ്രവേശിച്ചു. കയറിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ മോശമായി കിടക്കുന്ന, ക്ലീൻ ചെയ്യാത്ത ഒരു ബസ്. കുറേ ബോട്ടിൽസ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നു. ആകെ ഒരു മുഷിഞ്ഞൊരവസ്ഥ. നമ്മൾ പല വോൾവോയിലും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു വോൾവോ, ഇങ്ങനെ ഒരു യാത്ര അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്തൊരു ബസ് കാണുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും ഞാൻ അതിലൂടെയൊക്കെ നടന്ന് ഒന്ന് നോക്കി, ഞാൻ തന്നെ എല്ലാം ഒന്ന് പോയി നോക്കി. അങ്ങനെ പുറകോട്ടൊക്കെ പോയി നോക്കിയപ്പോഴത്തേനും വളരെ വൃത്തിഹീനമായ കാഴ്ചകളാണ് ആ ബസ്സിൽ നിന്ന് കാണാനായിട്ട് ഇടയായത്. എന്തായാലും മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ ഓക്കെ എന്നുള്ള നിലയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. കാരണം വേറെ ഇനി മാർഗ്ഗമില്ല. ഓൾറെഡി നമ്മൾ പൈസ കൊടുത്ത് ബുക്ക് ചെയ്തതാണ്. അങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും വിചാരിച്ചു ഇതിൽ കയറി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ സീറ്റിൽ ഞാൻ വന്ന് ഇരുന്നു. ഞാൻ ബുക്ക് ചെയ്ത സീറ്റ് നമ്പറൊന്നുമല്ല എനിക്ക് കിട്ടിയത്. മറ്റ് കമ്പനി അറേഞ്ച് ചെയ്ത ബസ്സായതുകൊണ്ട് തന്നെ അവർ വേറൊരു സീറ്റാണ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. എന്തായാലും ഈ ബസ്സിലങ്ങനെ എൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ എൻ്റെ ഇരിപ്പിടത്ത് ഞാൻ വന്നിരുന്നു. സ്ലീപ്പർ ബസ്സാണ്, കടന്നു പോകാനുള്ളൊരു സംവിധാനമുണ്ട്. AC ബസ്സുമാണ്. അതൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ബസ്സിനെ സമീപിച്ചത്. എന്തായാലും നിരാശാജനകമായ ഒരു യാത്ര തന്നെയായിരുന്നു. അങ്ങനെ ബസ് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഇനി 1 മണിക്കൂർ സമയമുണ്ട്. കാരണം 11-11:30 ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ആസാമീസും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കുറേ യാത്രക്കാരും ആ ബസ്സിൽ വന്ന് കയറാനായിട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരൊക്കെ വന്നു. എന്നാൽ ബസ് പുറപ്പെടാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഇനിയാണ് രസകരമായ ഒരു സംഭവം നടക്കുന്നത്. ആ ബസ്സിൽ ഒരേ ഒരു ഡ്രൈവറേ ഉള്ളൂ. ഈ ഡ്രൈവർ വേണം ഒറ്റയ്ക്ക് ഓടിച്ച് ബംഗാൾ വരെ എത്തിക്കാനായിട്ട്. അപ്പോഴത്തേന് ആൾക്കാരൊക്കെ അങ്ങ് വയലൻ്റായി. ഞാൻ അവിടെ സൈലൻ്റായിട്ട് തന്നെ ഇരുന്നു. നമ്മളെന്തിനാ വെറുതെ അദ്ദേഹത്തോട് ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഈ ബസ്സിൻ്റെ മുതലാളിയാണ് തീരുമാനിക്കേണ്ടത് എത്ര ഡ്രൈവറെ വിടണം എന്നുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ ഹിന്ദിയിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യാമെന്ന ആസാമീസും ബംഗാളീസൊക്കെ അവരുമായിട്ട് ഡ്രൈവറുമായിട്ടൊക്കെ ഒച്ചപ്പാടും ബഹളമായി. ഒരു ഡ്രൈവറും കൂടെ എക്സ്ട്രാ കിട്ടണം, എങ്കിൽ മാത്രമേ യാത്ര പുറപ്പെടൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം തർക്കത്തിനൊടുവിൽ അവസാനം അദ്ദേഹം ആരെയൊക്കെയോ വിളിച്ചു. മുതലാളി വിളിച്ചിട്ട് മുതലാളി ഫോൺ എടുക്കുന്നില്ല. കുറേയൊക്കെ പറഞ്ഞു ഞങ്ങൾ അറേഞ്ച് ചെയ്യാം, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടും ഒന്നും രക്ഷയില്ലാതായി. അങ്ങനെ യാത്ര പുറപ്പെടാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബസ് പുറപ്പെട്ടില്ല. കുറേ നേരം കഴിഞ്ഞു. 11-11:15 യാത്ര പുറപ്പെടേണ്ട വണ്ടി 12 ആയി, 12:30 ആയി, 1 മണിയായി. ഒന്നും പുറപ്പെടുന്നില്ല. 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ചെന്ന് ഒന്നുകൂടെ ചോദിച്ചു ഡ്രൈവറോട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, അദ്ദേഹം വരികയാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഈ പറയുന്ന ആസാമീസ് ഒന്നും അതിനോട് യോജിക്കുന്നില്ല. അത് വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം ഒരു 20-30 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. എന്തായാലും ഞാൻ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, നമുക്ക് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് പോകാം. അദ്ദേഹം പറഞ്ഞ പ്രകാരം, അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ന സ്ഥലത്ത് ഒരാൾ നിൽപ്പുണ്ട്, നമുക്ക് പോയാൽ അദ്ദേഹത്തെ കിട്ടും, ഡ്രൈവറെ കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു പറച്ചിലില്ല അവർ അവസാനം ഓക്കെ ബ്രോ നമുക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനമെത്തി. അങ്ങനെ 2 മണി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ബസ് പുറപ്പെട്ടു. പറഞ്ഞ പ്രകാരം ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഡ്രൈവർ വന്നു കേട്ടോ, ഭാഗ്യത്തിന്. ഇല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ എന്നെ ഇടിച്ച് തീരുമാനമാക്കിയാൽ. അങ്ങനെ എന്തായാലും ബസ്സിൽ പുതിയ ഡ്രൈവർ വന്നു. അദ്ദേഹം ഡ്രൈവ് ചെയ്ത് യാത്ര ആരംഭിച്ചു. അങ്ങനെ രാത്രിയിൽ കർണാടകയും
അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശൊക്കെ കടന്ന് കുറേ ദൂരം പോകുന്നു. അറിയാലോ, 2-3 ദിവസമൊക്കെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആക്ച്വലി ഈ ഒരു ബസ് ഓടിയെത്തുന്ന സമയം പറഞ്ഞിരുന്നത് 38 മണിക്കൂറായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തൊന്നും എത്തില്ല എന്നുള്ള കാര്യത്തിന് തീരുമാനമായി കഴിഞ്ഞു. എന്തായാലും എൻ്റെ മനസ്സിനെ ഞാനത് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. കൂടെയുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട, വളരെ സേഫായിട്ട് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് അവരോട് ഞാൻ സംസാരിച്ചത്. അങ്ങനെ കൂടെയുള്ള ആൾക്കാരും വളരെ സന്തോഷത്തോടെ അത് അംഗീകരിച്ചു. അങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്ത് ആന്ധ്രാപ്രദേശിൻ്റെ വിശാഖപട്ടണം എന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേനും വേറൊരു ഡ്രൈവർ കയറി. പക്ഷേ ആ ഡ്രൈവർ വരാനായിട്ട് ഏകദേശം 2 മണിക്കൂർ എടുത്തു. ഞങ്ങൾ 2 മണിക്കൂർ അങ്ങനെ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്ത് കിടന്നു ടൗണിൽ. അങ്ങനെ പുതിയ ഡ്രൈവർ വന്നു. അങ്ങനെ പിന്നെയും യാത്ര ആരംഭിച്ചു വിശാഖപട്ടണത്തിൽ നിന്ന്. അങ്ങനെ വിശാഖപട്ടണത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഒഡീഷ ബോർഡർ ആയപ്പോഴത്തേനും നമ്മുടെ ആദ്യം വന്ന ഡ്രൈവർ, നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട ഡ്രൈവർ പറഞ്ഞു, ഞാൻ പോവുകയാണ്, എനിക്ക് മടുത്തു. കാരണം പുള്ളി 2 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെയാണ്, കുറേ യാത്രയായി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞാൻ പോവുകയാണ്, പകരം വേറൊരു ഡ്രൈവർ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പോയി. വേറൊരു ഡ്രൈവർ വരാനായിട്ട് പിന്നെയും ഒരു 3 മണിക്കൂർ അവിടെ കിടന്നു. അങ്ങനെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴത്തേനും മറ്റൊരു ഡ്രൈവർ വന്നു. മറ്റൊരു ഡ്രൈവറല്ല, 2 ഡ്രൈവർ വന്നു. അങ്ങനെ മൊത്തം 3 ഡ്രൈവർമാരായി. ആദ്യമേ ഒരു ഡ്രൈവർ പോലും ഇല്ലാതെ പുറപ്പെട്ട വണ്ടിക്ക് ഇപ്പോൾ 3 ഡ്രൈവർമാരായി. പക്ഷേ നമ്മുടെ സമയമൊക്കെ അവിടെ പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്തായാലും 3 ഡ്രൈവേഴ്സുമായിട്ട് നമ്മുടെ യാത്ര പുറപ്പെട്ടു. രാത്രിയിലും പകലും ഒക്കെ എന്ന് വേണ്ട, ഇങ്ങനെ യാത്ര ചെയ്ത് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട്, പ്രത്യേകിച്ച് ആന്ധ്രയിലും ഒഡീഷയിലൊക്കെ ധാരാളം കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. നെല്ലാണ് കൂടുതലും അവിടെ ആ ഭാഗങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നത്. ആ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ തരിച്ച് കിടപ്പുണ്ട്. പിന്നെ റൂട്ടിലൂടെ, വിജനമായ റൂട്ടിലൂടെയൊക്കെ കുറേ യാത്ര ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നു. അങ്ങനെ ബംഗാൾ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ബംഗാളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ രാത്രിയിൽ അറിയാലോ കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങി നേരം വെളുത്തപ്പോഴത്തേനും ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേനും വണ്ടി ഓടുന്നില്ല. ഉറക്കത്തിലായതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല, ഓടുന്നില്ല. ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോഴത്തേനും വണ്ടിക്കകത്തൊന്നും ആൾക്കാരുമില്ല, ബസ്സിലൊന്നും ഒരു ആൾക്കാരുമില്ല, എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുന്നു. ഞാൻ മാത്രം ബസ്സിൽ കിടന്നുറങ്ങുന്നു. ഞാൻ അന്വേഷിച്ച് പുറത്തിറങ്ങിയിട്ട് എന്താ സംഭവിച്ചത്. നമ്മുടെ കൂടെ വന്ന ഒരു ആസാമി ബ്രോ എന്നോട് പറഞ്ഞു, സുഹൃത്തെ, വാഹനത്തിന് ഡീസൽ കഴിഞ്ഞു, 4 മണിയായപ്പോഴത്തേനും വണ്ടി പെട്രോൾ പമ്പിൽ കൊണ്ട് പാർക്ക് ചെയ്തതാണ്. ഇപ്പോൾ സമയം 6 മണിയായി, മുതലാളി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഡീസൽ തീർന്ന് വഴി കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. വളരെ വളരെ ആശ്ചര്യപ്പെട്ടു പോയി കേട്ടോ. വളരെ ദേഷ്യവും വരുന്നുണ്ട്, എന്നാൽ സങ്കടവും വരുന്നുണ്ട്, സന്തോഷവും വരുന്നുണ്ട്. നമുക്ക് പിന്നെ ഇവരോട് എന്ത് പറയാൻ പറ്റും? ഇവർ പണിക്കാരാണ്, ഇവരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മുതലാളി തീരുമാനിക്കണം ഈ ബസ് ഓടണമെങ്കിലും ഡ്രൈവർ വരണമെങ്കിലും ഡീസൽ അടിക്കണമെങ്കിലും. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ 6 മണിക്ക് ഉണർന്നതിന് ശേഷം പുറത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ആൾക്കാരെല്ലാം ബസ്സിന് ചുറ്റുമൊക്കെ ഇരിപ്പുണ്ട്. കുറേ പേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. കുറച്ച് പേര് ചായ കുടിക്കാനായിട്ട് 1 കിലോമീറ്ററോളം നടന്നു പോയി ചായയൊക്കെ കുടിച്ചിട്ട് വരുന്നു. അങ്ങനെ കുറേ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു 7:30, 7:45 ആയപ്പോഴത്തേനും മുതലാളി ഫോൺ എടുത്ത്, ശരി ഡീസൽ അടിക്കാൻ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. 4-5 മണിക്കൂറോളം ആൾക്കാർ ആ പെട്രോൾ പമ്പിൽ അങ്ങനെ വെയിറ്റ് ചെയ്തു. എന്താ സുഖം, എത്ര നല്ല അനുഭവമുള്ള യാത്രകൾ. അങ്ങനെ മുതലാളി പൈസ കൊടുത്ത് സന്തോഷത്തിൽ ഡീസലൊക്കെ അടിച്ച് യാത്ര തുടർന്ന് അങ്ങനെ കൊൽക്കട്ടയിലേക്ക് എത്തിച്ചേർന്നു. അതാണ് നാട്ടിൽ നിന്ന് ബസ് മുഖാന്തരം കൊൽക്കട്ടയ്ക്ക് എത്തി, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലേക്ക് എത്തിയ ഒരു യാത്രയെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. ഇങ്ങനെ ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എനിക്കങ്ങനെ അധികം ദേഷ്യമൊന്നും വന്നില്ല, ചെറിയ രീതിയിൽ വന്നെങ്കിലും പക്ഷേ അതിനൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടെ കാണുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഓടി വന്നിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷേ നമ്മുടെ കൂടെ യാത്ര ചെയ്ത് വന്ന ആൾക്കാർക്കൊക്കെ അവധിയായിട്ട് അവർ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ ആ ഒരു സന്തോഷത്തിൽ വീട്ടുകാരെ കാണാനും, പിന്നെ അവരുടെ അവധി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം മാറുമ്പോഴത്തേനും. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പക്ഷേ അതിനെ ഞാനൊരു സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവബഹുലമായ ഒരു യാത്രയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഈ പറയുന്ന കൊൽക്കത്ത എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നപ്പോഴുണ്ടായത്. അങ്ങനെയാണ് നമ്മൾ കൊൽക്കത്തയ്ക്ക് ബസ് മുഖാന്തരം എത്തിച്ചേർന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കാരണവശാലും കൊൽക്കത്തയ്ക്ക് വരരുത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എന്തായാലും ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് മാന്യമായിട്ട് നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് ബിരിയാണി കഴിച്ചു, കർണാടകയിൽ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബിരിയാണി കഴിച്ചു, ആന്ധ്രയിൽ നിന്ന് ബിരിയാണി കഴിച്ചു, തെലങ്കാന വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു ബിരിയാണി കഴിച്ചു, പിന്നെ ഒഡീഷയിലെത്തിയപ്പോൾ അവിടെ നിന്നൊരു ബിരിയാണി കഴിച്ചു, ബംഗാളിലെത്തിയപ്പോൾ ബംഗാളിൽ നിന്നും ഒരു ബിരിയാണി കഴിച്ചു. അങ്ങനെ പല സംസ്ഥാനങ്ങളിലെ ബിരിയാണികളൊക്കെ ടേസ്റ്റ് ചെയ്ത് ആയിരുന്നു നമ്മുടെ യാത്ര കേട്ടോ. ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സ്ഥലങ്ങളൊക്കെ നല്ലതായിരുന്നു. ചായ കുടിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സ്ഥലങ്ങളൊക്കെ നല്ല മാന്യമായിട്ടുള്ള വൃത്തിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭാഗ്യം നമുക്കുണ്ടായി. വയറിന് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി അതും കൂടെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായേനെ. എന്തായാലും ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് നമ്മളിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ കൊൽക്കട്ടയിൽ നിന്ന് പിന്നെ നമ്മൾ ചക്ല എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലം സാത്രാഗച്ചി എന്ന സ്ഥലമായിരുന്നു കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ബസ് വന്ന് നിന്ന സ്ഥലം സാത്രാഗച്ചി എന്നൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ടാക്സി മുഖാന്തരം ഹൗറയിലേക്ക് വരികയും ഹൗറയിൽ നിന്ന് ബസ് മുഖാന്തരം ബർസാദ് എന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്ന്
ഷെയർ ടാക്സി എടുത്തിട്ടാണ് ചക്ല എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, നാസർ ബന്ധു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമ്മുടെ ഇനി യാത്രകൾ തുടരാൻ പോകുന്നത്. ചക്ലയിലെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്, നാസർ ബന്ധുവിനെ പരിചയപ്പെടാനുണ്ട്. അദ്ദേഹം ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു സീറോ ഫൗണ്ടേഷൻ എന്ന ഒരു ട്രസ്റ്റ് നടത്തി വരുന്നുണ്ട്. അതിൻ്റെ കീഴിൽ കുറേ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. എന്തായാലും ആദ്യം നമുക്ക് നാസർ ബന്ധുവിനെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ബംഗാളിലെ യാത്ര ആരംഭിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാസർ ബന്ധു. ബന്ധു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്ത് എന്നല്ലേ? ചങ്ങാതി എന്നൊക്കെ പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ സുഹൃത്ത് എന്നൊക്കെ വിളിക്കുന്ന പോലെ ഇവിടെ ബന്ധു എന്ന് വിളിക്കും അല്ലേ? അപ്പം പൊതുവേ ചക്ല ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാസർ ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്? സീറോ ഫൗണ്ടേഷൻ എന്ന ഓർഗനൈസേഷൻ, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ഓക്കെ. ഈ സീറോ ഫൗണ്ടേഷൻ്റെ കീഴിൽ കുറച്ച് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ. അതിൽ ഫസ്റ്റ് നമുക്കുള്ളത് ഇവിടെ പ്രൈമറി സ്കൂളാണ്. രണ്ടിടത്ത് നമ്മൾ സ്കൂളുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഹൗസിംഗ് പ്രൊജക്റ്റ്, സാനിറ്റേഷൻ്റെ, മൈക്രോ ഫിനാൻസിൻ്റെ, നമുക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഏകദേശം ഒരു 46 ഗ്രൂപ്പുകൾ ഒരു 4 പഞ്ചായത്തിലായിട്ടുണ്ട്. ഒരു 1200 മെമ്പേഴ്സുള്ള മൈക്രോ ഫിനാൻസ് പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ, സാനിറ്റേഷൻ്റെ പ്രൊജക്റ്റുകൾ. പിന്നെ സോഷ്യൽ വർക്ക് റിസർച്ച് ട്രെയിനിങ്. നമുക്ക് സോഷ്യൽ വർക്കിൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ സോഷ്യൽ വർക്കിൻ്റെ റിസർച്ച് ട്രെയിനിങ്, ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം പ്രധാനമായിട്ടും നമ്മൾ സീറോ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് അല്ലേ? നടത്തി വരുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ചക്ല എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും, ഹിന്ദുക്കളും ഉൾപ്പെടെ മുസ്ലിംസ് എല്ലാവരും ഉൾപ്പെടെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ജാതി മത ഭേദമന്യല്ല എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ച. ഒരിക്കലും അങ്ങനെ ഒരു മതത്തിൻ്റെ ജാതി അങ്ങനെ വ്യത്യാസമില്ല, രാഷ്ട്രീയം ഇല്ല, മതമില്ല, ഒന്നുമില്ല അല്ലേ? ഇല്ല, ഒരു സംഘടനയായിട്ടും നമുക്ക് അങ്ങനെ ഇല്ല. നമ്മൾ ഇൻഡിപെൻഡന്റ് വർക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, എല്ലാവരും ബന്ധുക്കളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മളിവിടെ വീട് വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് ഇപ്പോൾ കമ്പിളിയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അല്ലേ? ബ്ലാങ്കറ്റ്സ് ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ മതസ്ഥർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇത്തരം ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ മാറി നോക്കാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത ജോഗ്രഫിക്കലി ഇപ്പം നിങ്ങൾ കണ്ടുണ്ടാകും, മുസ്ലിങ്ങൾ താമസിക്കുന്നവരിൽ മുസ്ലിങ്ങൾ മാത്രമേ താമസിക്കുള്ളൂ, ഹിന്ദുക്കൾ താമസിക്കുന്നവരിൽ ഹിന്ദുക്കൾ മാത്രമേ താമസിക്കുള്ളൂ. അപ്പോൾ ജോഗ്രഫിക്കലി ഒരിക്കലും ഒരു മിക്സർ അല്ല, അങ്ങനെ ഒരു ക്ലസ്റ്റർ ആയിട്ട് ഒരു ഒരു കമ്മ്യൂണിറ്റികൾ താമസിക്കുകയാണ് ചെയ്യുന്നല്ലേ? പക്ഷേ വളരെ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെയാണ് ഇവിടെയുള്ള എല്ലാവരും അല്ലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എല്ലാ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഞാൻ മനസ്സിലാക്കാനുള്ള കാരണം, നമ്മൾ ചക്ലയിൽ വരുമ്പോൾ ആ ഒരു ക്ഷേത്രത്തിനടുത്തൊക്കെ പല ആൾക്കാർ, അതായത് ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ മുസ്ലിംസും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. പക്ഷെ മതത്തിൽ അവർ വളരെ അമ്പലത്തിലെ എംപ്ലോയീസ് ആയിട്ട് മുസ്ലിംസ് ഉണ്ടല്ലോ. ഓക്കെ. അത് വലിയൊരു കാര്യമാണ്. നോർത്ത് ഈസ്റ്റ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു മതസൗഹാർദ്ദം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടത് ശരിക്കും ചക്ലയിലാണ്. വേറെ ഒരു സംസ്ഥാനത്തുനിന്ന് പോയാൽ കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ അമ്പലത്തിലൊക്കെ ഒരു മുസ്ലിം വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ശരിക്കും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞത്. ചക്ല ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയാൻ എൻ്റെ ഒരു ചരിത്രത്തിൽ ലോക്നാഥ് ബാബയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ പേര് അബ്ദുൽ ഗഫാർ എന്നായിരുന്നു. അപ്പോൾ അബ്ദുൽ ഗഫാറും ലോക്നാഥ് ബാബയും കൂടിയിട്ടാണ് ഒരുപാട് യാത്ര ചെയ്യും, ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്ത്. അടുത്ത കൂട്ടുകാരൻ ഗഫാർ. മതസൗഹാർദ്ദത്തോടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ബന്ധുവിൻ്റെ വിശേഷങ്ങൾ. ബന്ധു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം മനസ്സിലാകും എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഒരുപാട് പ്രവർത്തനങ്ങൾ സീറോ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അതൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കാം. ഇനി ആദ്യമേ നമ്മൾ പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ്. അത് അവിടെ എത്തിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എവിടെയാണ് എത്തിയെന്നുള്ളതും എന്താണ് അതിൻ്റെ വിശേഷങ്ങളെന്നുള്ളത്. ചെറിയൊരു പ്ലാനുണ്ട്, ആ പ്ലാൻ പ്രകാരമായിരിക്കും നമ്മുടെ യാത്ര. അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബംഗാൾ യാത്ര ആരംഭിക്കാൻ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് എന്ന് പറയാനായിട്ട് ഇവിടെ ബന്ധുവിന് കുറേ കളക്ഷൻസ് ഉണ്ട് ബൈക്കിൻ്റെ. പഴയ വാഹനങ്ങളാണ്, പഴയ രാജദൂത്, പഴയ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം. പഴയ രാജദൂതിൻ്റെ കളക്ഷൻസ് ഇദ്ദേഹത്തിനുണ്ട്. നമ്മൾ കഴിഞ്ഞ ബംഗാൾ യാത്രയിൽ ഒരു 4 വർഷം മുന്നേ വരുന്ന ബംഗാൾ യാത്രയിൽ ബന്ധുവിൻ്റെ കൂടെ ഞാൻ ഇവിടെയുള്ള ഒരു ബൈക്കിൽ കയറി ഒരു ഗ്രാമത്തിൽ പോയി കുറച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ സ്വീറ്റ്സ് കൊടുത്തിരുന്നു. 50K സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്ന് കുട്ടികൾക്കൊക്കെ സ്വീറ്റ്സ് കൊടുത്തത്. അപ്പോൾ ഇന്നും നമ്മുടെ യാത്രയിൽ നമ്മുടെ തുടക്കം കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുത്തുകൊണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബന്ധുവിൻ്റെ ബൈക്ക് കളക്ഷൻ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. ഇതൊരു ചെറിയ ഗോഡൗൺ ആണ്. 2 റൂംസ് ഉണ്ട്. 2 റൂംസിലായിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് രാജദൂതിൻ്റെയും അതോടൊപ്പം തന്നെ യമഹ 135 RX100,
മാത്രമല്ല സുസുക്കി സാമ്രായി, അങ്ങനെ കുറച്ച് കളക്ഷൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജദൂത് എടുത്തുകൊണ്ട് പോയിട്ട് കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ ബന്ധു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഈ ഒരു വാഹനങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി, 2-3 മാസമൊക്കെ ആയി, ഇപ്പോൾ പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി കുറേ നേരം കിക്കറടിച്ചെങ്കിൽ മാത്രമേ ഇത് സ്റ്റാർട്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ഇത് എടുത്തിട്ട് പോകാമായിരുന്നു. എൻ്റെ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹോണ്ട ഷൈൻ ഉണ്ട്. ഇനിയിപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കാം, അതേ ഒരു മാർഗ്ഗമുള്ളൂ. അതല്ലായിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തിൽ പോകാമായിരുന്നു. രാജദൂത് കണ്ടോ എങ്ങനെയുണ്ട്? ഈ ഒരു ഹോൺ മുഴക്കുമ്പോഴത്തേനും ഓരോ ഗ്രാമങ്ങളിൽ പോയി കഴിയുമ്പോഴത്തേനും കുട്ടികൾ ഓടി വരും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധു കുട്ടികൾക്കൊക്കെ സ്വീറ്റ്സ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഹോണിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഹോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾ ഓടി വന്ന് മിഠായി വാങ്ങിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഈ ഗോഡൗൺ ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ യോഗമില്ല, കാരണം ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല സമയമെടുക്കും. സാരമില്ല, മറ്റൊരു അവസരത്തിൽ നമുക്ക് വരുന്ന സമയത്ത് ഈ ഒരു വാഹനമൊക്കെ എടുത്ത് നമുക്ക് ഗ്രാമങ്ങളിലൊക്കെ പോയി കുട്ടികൾക്ക് ആ സമയത്ത് സ്വീറ്റ്സ് കൊടുക്കാം. അപ്പോൾ തൽക്കാലം നമ്മൾ ബന്ധു ഉപയോഗിക്കുന്ന വാഹനത്തിൽ പോകാം, അതേ ഒരു മാർഗ്ഗമുള്ളൂ. ആഹാ, സെറ്റ്. ഇവിടെയാണോ? നമ്മളങ്ങനെ ബന്ധുവിൻ്റെ കൂടെ മൊഞ്ചൽഹട്ടി എന്ന ഒരു ഗ്രാമത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര നമ്മൾ നടത്തുന്നതിന് മുന്നേ കുട്ടികൾക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുക്കാമെന്ന്. നമ്മൾ വന്നതിൻ്റെ സന്തോഷ സൂചകമായിട്ട് ഇവിടെയുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ കരുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്വീറ്റ്സൊക്കെ കൊടുത്തുകൊണ്ട് ഈ ഗ്രാമത്തിലൂടെയൊക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ബന്ധുവിന് പരിചയമുള്ളൊരു ഗ്രാമമാണ്. ബന്ധുവിന് ഇവിടെ എല്ലാം പരിചയമുണ്ട്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഗ്രാമങ്ങൾ, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ അദ്ദേഹത്തിന് പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ഗ്രാമങ്ങൾ പതുക്കെ പതുക്കെ കാണാം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഈ മൊഞ്ചൽഹട്ടി എന്ന ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം. ബന്ധു, ഈ ഗ്രാമത്തിന് പേര് മഞ്ചൽഹട്ടി അല്ലേ? മഞ്ചൽഹട്ടി. ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ എത്ര കുടുംബങ്ങളുണ്ടാവും? ഇവിടെ അപ്രോക്സിമേറ്റ് 350 ഫാമിലീസ് ഉണ്ടാവും. അത്ര ഉണ്ടല്ലേ ഈ ഒരു ചുറ്റുവട്ടത്തായിട്ട്? ഇതിപ്പോൾ ചക്കളയിൽ നിന്ന് ഏകദേശം എത്ര ദൂരം മാറിയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്? 4 കിലോമീറ്ററിന് അടുത്തുണ്ട്. 4 കിലോമീറ്റർ ഉണ്ടല്ലേ? നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മൊത്തത്തിൽ എത്ര പഞ്ചായത്ത് തിരിച്ചാണോ അതോ ഗ്രാമങ്ങൾ തിരിച്ചാണോ? ഇവിടെ 4 പഞ്ചായത്തുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ ഏകദേശം ഒരു 20-25 ഗ്രാമങ്ങളുണ്ടാകും. 20-25 ഗ്രാമങ്ങളുണ്ട് ഒരു പഞ്ചായത്തിൽ. ഓക്കെ. അവിടെയൊക്കെ ഈ പറയുന്ന രീതിയിൽ 300 കുടുംബങ്ങളോളൊക്കെ ഉണ്ടാവും? ഇല്ല, ഏകദേശം. അതാ ചോദിച്ചേ. എന്നാലും ഒരു 200 എന്തായാലും ഉണ്ടാവും. 200 മുതൽ 600 വരെ ഉള്ളതുണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ. ഇവിടെ ഇവരുടെയൊക്കെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയാനായിട്ട് കൃഷിയാണ്. മോർ ദാൻ 85% കൃഷിയാണ്. പിന്നെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ, അതായത് മീൻപിടുത്തം, അതോടൊപ്പം തന്നെ മീൻപിടുത്തം കൃഷിയുടെ കാര്യത്തിലാണ്. അതും ശരിയാണ്. എന്നാലും ഈ ആടുമാടുകളെ വളർത്തുന്നതൊക്കെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ചെറിയ കച്ചവടക്കാര്, തയ്യൽക്കാര്, പിന്നെ ഇലക്ട്രീഷ്യന്മാര്, ഈ രാജമേസ്ത്രി, ഈ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ചെറിയ ചെറിയ പണികൾ ചെയ്യുന്ന ആൾക്കാർ. എല്ലാ മേഖലകളിലും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ആൾക്കാരല്ലേ? ഇവിടുത്തെ വേതനമൊക്കെ എങ്ങനെയായിരിക്കും പൊതുവെ? ഇവിടെ പല തരത്തില, അതായത് ഒരു 100 രൂപ മുതൽ 400 രൂപ വരെയുള്ള പലതരം സ്കെയിലുകളുണ്ട് ഒരു ദിവസം. സ്ത്രീകൾക്കൊക്കെയോ? സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ 100 രൂപ, 150 രൂപ, 200 രൂപ ഒക്കെ വരും. അങ്ങനെയൊക്കെ. പുരുഷന്മാർക്കാണ് കുറച്ചുകൂടെ കൂടുതൽ. ഒരു 400 രൂപ വരെയാണ് മാക്സിമം ഉള്ളത്. പിന്നെ ചില എക്സ്ട്രാ സ്കിൽഡ് ആയിട്ടുള്ള ചില ജോലികൾക്ക്, ഇപ്പോൾ സിമെന്റ് പണിയിൽ ഡിസൈൻ ചെയ്ത ആൾക്കാർ, അവർക്കൊക്കെ 600 രൂപ ഒക്കെ കിട്ടും. അത് റെയറാണ്. അങ്ങനെ എന്നാലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ പോലെ കൂലിപ്പണിക്കാരൻ്റെ സാധാരണ നോർമൽ കൂലിപ്പണിക്കാരൻ്റെ 250 രൂപയാണ്. അത്ര ഉള്ളൂ അല്ലേ? നമ്മളവിടെ ആണെങ്കിൽ 1000 രൂപ, 1200 രൂപ. ഓക്കെ. അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് കൂടുതലും വരുന്നത് അല്ലേ? പിന്നെ രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ കേരളത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബീഹാറിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ വെസ്റ്റ് ബംഗാളിലോട്ട് വന്നിട്ട് ഇവിടെ ബംഗാളികൾ ചെയ്യാത്ത ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ. പ്രത്യേകിച്ച് ഈ റോഡ് പണി, അതിൽ ഇഷ്ടിക കളങ്ങളിലെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സുന്ദർബൻ ഏരിയയിലൊക്കെ ഇപ്പോൾ നദീതീരങ്ങളിൽ ഒരുപാട് ഇഷ്ടിക കളങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ശരിക്കും അടിമകളെ പോലെ അവർ ജോലി ചെയ്യും. അതായത് ഒരു വർഷത്തേക്ക് ഒരു ഫാമിലിന്, ഭാര്യയും ഭർത്താവിനും 2-3 മക്കളും കൂടിയൊക്കെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. ഒരു വർഷത്തേക്ക് ഒരു 30,000-40,000 രൂപ കൊടുത്താൽ മതി.
ഓ അത് ശരി. അവർ അവിടെ താമസിച്ച് ഫുൾ ടൈം അവിടെ ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ കൂടി എല്ലാവരും വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് ഈസ്റ്റ് കേരളങ്ങളിൽ. പക്ഷെ അത് ബംഗാളികൾ ചെയ്യില്ല. അത് ശരി ശരി. അത് വേറെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളെ അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ളവർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. നിങ്ങളിപ്പോൾ കൊൽക്കത്തയിലെ ഒരുപാട് സ്ലമ്മിൽ ചേരികളിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളെ നോക്കുക, അതിൽ കൂടുതലും ബംഗാളിനേക്കാളും പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളായിരിക്കും കൂടുതലുണ്ടാവുക. ഓ ശരിയാ. ഇവിടെ ശരിക്കും നമ്മൾ നാട്ടിൽ ബംഗാളി എന്ന് പറഞ്ഞാൽ കളിയാക്കുമല്ലോ, അതല്ല ഇവിടെ നമ്മൾ ബീഹാർ എന്ന് പറഞ്ഞാൽ കളിയാക്കാം. ആ ബീഹാറി എന്ന് പറയും. ഓ അങ്ങനെ. ഓക്കെ, പുറത്തുനിന്ന് വരുന്നുണ്ടല്ലേ? ശരി ശരി. അവർക്കൊക്കെ വേതനം കുറവായിരിക്കുമല്ലോ കുറച്ചുകൂടി ഇവരെക്കാളും? കുറവാണ്. അതുകൊണ്ടാണല്ലോ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും കുട്ടികളിലൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ഗ്രാമങ്ങളിലൂടെ പോയിട്ടെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അല്ലേ? ഇങ്ങനെ ബന്ധുത കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കുകയാണ് കേട്ടോ. ഒരു പാക്കറ്റ് നമ്മൾ പുറക്ക് വാങ്ങിച്ചാണ്. കുട്ടികൾ ഇത്ര ഉള്ളു, ഇനി അങ്ങോട്ടൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? ഹായ് ബാ. ഹായ്, അടിപൊളി. അപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വീറ്റ്സൊക്കെ കൊടുത്തു. ഇനി പിന്നെയും നമ്മൾ ഗ്രാമത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം ട്യൂഷനൊക്കെ പോയിരിക്കുമായിരിക്കും അല്ലേ? പഠിക്കാൻ പോയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. കുട്ടികളൊക്കെ പഠിക്കാൻ പോയിരിക്കുകയാണ്. എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അതിൻ്റെ തിരക്കിലൊക്കെയാണ്. വീടുകളിലൊക്കെ ആയിട്ടും പിന്നെ ട്യൂഷനൊക്കെ ആയിട്ട് തിരക്കിലാണെന്നാണ് ബന്ധു നമ്മളോട് പറയുന്നത്. ഇവിടെ വഴികളൊക്കെ നല്ല ഭംഗിയാക്കി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതൊന്നും കോൺക്രീറ്റ് അല്ലായിരുന്നു അല്ലേ ബന്ധു? ഇല്ല, ഇത് അടുത്തിടയ്ക്ക് ചെയ്താ? ഓക്കെ, ഇത് ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. കൊള്ളാം. നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല വഴികളാക്കി ഉണ്ടോ. പിന്നെയും കോൺക്രീറ്റ് റൂട്ടിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇവിടെയൊക്കെ കുറേ കുട്ടികളുണ്ടല്ലോ. നമ്മളൊരു ട്യൂഷൻ സെൻ്ററിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയാണ് കുട്ടികളെല്ലാം. കളിക്കുന്നിടത്തൊന്നുമില്ല, പഠിക്കാൻ ആത്മാർത്ഥമുള്ള കുട്ടികളാണല്ലേ ബന്ധു? കൊടുത്തു എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തു. പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ സ്വീറ്റ്സ് കൊടുക്കണം. കേരളത്തെ থ্যাংক ইউ বলো চলে এসো যে নিয়ে তো সাইডে চলে এসো അപ്പോൾ എന്തായാലും ഗ്രാമത്തിലൂടെയൊക്കെ നടന്ന് കുട്ടികൾക്കൊക്കെ നമ്മൾ മിഠായി കൊടുത്തിരിക്കുകയാണ്. കുറച്ച് കുട്ടികളെ നമ്മൾ കണ്ടുള്ളൂ. കുറച്ച് കുട്ടികളൊക്കെ നമ്മൾ കണ്ടല്ലോ ട്യൂഷനുമായി ബന്ധപ്പെട്ടവർ പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളെ അവിടെ പോയി കണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് നമ്മൾ സ്വീറ്റ്സ് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നതിൻ്റെ സന്തോഷ സൂചകമായിട്ട് കുറച്ച് കുട്ടികളൊക്കെ കൊടുക്കാൻ പറ്റുള്ളെങ്കിലും സാരമില്ല. നമുക്കിനി വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കുട്ടികളെ കാണുകയാണെങ്കിൽ അവർക്ക് പിന്നീട് നമ്മൾ മിഠായികൾ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ യാത്ര ഇനി ഇവിടെ നിന്ന് പതുക്കെ ആരംഭിക്കാം. ഇനി അടുത്ത യാത്ര എന്ന് പറയുന്നത് നമ്മൾ ബന്ധുവിനോടൊപ്പം ബന്ധു എവിടെയേതോ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ വീട് കെട്ടിക്കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മളിനി പോവുകയാണ്. അവിടെ പോയിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ കുറച്ചുകൂടെയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. നാസർ ബന്ധു ഇവിടെ ഒരു ചെറിയ വീട് ഈ ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് പണിത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അദ്ദേഹത്തിന് ക്യാഷ് കൊടുത്ത് ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരാൾക്ക് അവർ വീട് പണിത് കൊടുക്കുകയാണ്. വലിയ വീടൊന്നുമല്ല, ഒരു ചെറിയ വീട്. അതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഒരു വീട് പണിയെക്കുറിച്ച് രണ്ടു വാക്ക്. ഇത് കേരളത്തിന്റെ കൺസെപ്റ്റിൽ വീടൊന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു താമസം, എന്നാലും ഒരാൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ സീറോ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഇങ്ങനെ കുറേ പ്രൊജക്റ്റുകൾ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ വീട് പണി, ഹൗസിംഗ് പ്രൊജക്റ്റുകൾ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് സ്ട്രക്ചർ പണിയുണ്ടെങ്കിൽ, ഇഷ്ടഗെയിമൊക്കെ വെച്ച് പണിയുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്കീമുകളൊക്കെ നമ്മൾ സാധാരണ സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഈ ആ നിൽക്കുന്ന ആ ലുങ്കി എടുത്ത ആളാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ, ഈ വീടിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹത്തിൻ്റെ ഒരു ആലം എന്നാണ്.
ആലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ബ്രദേഴ്സാണ് അവിടെ താമസിക്കുന്നത്. ഇതൊക്കെ പുറമ്പോക്ക് സ്ഥലമാണ്. ഓഹോ. അപ്പോൾ അതായത് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ് അല്ലേ? അപ്പോൾ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ താമസിക്കുന്നു. അദ്ദേഹം ഇത് ഭാര്യ 3 ചെറിയ മക്കളുള്ളത്. ഓക്കെ. അപ്പോൾ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. കൂലിപ്പണി സാധാരണ ഓരോ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇവിടുന്ന് ഒരു 4-5-8 കിലോമീറ്ററൊക്കെ അദ്ദേഹം നടന്നു വന്നിട്ടാണ് കൂലിപ്പണിക്ക് വരും. അതിന് സൈക്കിൾ ഓട്ടാനൊന്നും അറിയില്ല. സാധാരണ ഒരു പാവപ്പെട്ട നടന്നു വരണം, സൈക്കിൾ ഓട്ടാൻ അറിയില്ല. ഓ ശരി. ഇത്രയും ദൂരം നടന്നു വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി. സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ, വളരെ പാവപ്പെട്ട നന്നായിട്ട് സ്ഥലമില്ല. ചെറിയൊരു കൂര ഉണ്ടായിരുന്നു. കൂര എന്ന് നമുക്ക് കണ്ട സങ്കടം വരുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് സ്കീമുകളിലൊന്നും വീട് കിട്ടില്ല. അപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് സഹായിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്, അറിയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് കളക്ട് ചെയ്തിട്ട് ഏകദേശം 40,000 രൂപ വരുന്ന ചെറിയൊരു 2 മുറിയും ഒരു വരാന്തയിലും ഒരു ബാംബു സ്ട്രക്ചറിൽ ടിൻ ഷീറ്റ് വെച്ചിട്ടുള്ള വീട് നമ്മൾ പ്ലാൻ ചെയ്തത്. അതായത് പുറമ്പോക്ക് ഭൂമി ആയതുകൊണ്ട് നമുക്ക് മറ്റ് ഇത് ഉപയോഗിക്കാം, കട്ട അല്ലെങ്കിൽ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. ചെയ്യുന്നതിന് കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ ബ്രദർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും, ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾ ടിൻ ഷീറ്റ് തന്നെ ചെയ്യുന്നത്. അത് പെർമനന്റ് സ്ട്രക്ചർ അല്ല ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം അയച്ചു മാറ്റാം. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പൊതുവെ അഴിച്ചു മാറ്റമൊന്നുമില്ല, പക്ഷെ ആർക്കും പരാതി പറയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന് താമസിക്കാൻ വേറെ സ്ഥലമില്ല. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ഇത് പൊളിച്ചുകൊണ്ട് പോകാൻ കുഴപ്പമില്ല. ഇതിപ്പോൾ എത്ര കാലമായി തുടങ്ങിയിട്ട്? കാണുമ്പോൾ നമ്മുടെ സ്പോൺസർഷിപ്പ് കിട്ടിയൊന്ന് ഫണ്ടുണ്ട്. ചെറിയൊരു വീട് പണിയാൻ ഏകദേശം 1 മാസത്തോളം സമയം എടുക്കാം നമുക്ക്. ഈ ഒരു വീട് പണി 1 മാസം എടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലി പ്രശ്നം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഒരു കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ശരി. ഇപ്പോൾ ഇദ്ദേഹത്തിന് പുറമ്പോക്ക് സ്ഥലമാണെങ്കിലും അതിർത്തി തർക്കം വരികയാണ്. അപ്പോൾ ഇത് വീട് പണിയാൻ പ്ലാൻ ചെയ്യുമ്പോൾ അപ്പുറത്തെ ആൾ പറയുന്ന ആളുടെ അങ്ങോട്ട് വെള്ളം വീഴും. അപ്പോൾ അത് പാടില്ല എന്ന് പറയും. ഒരു ബ്രദർ പറയുന്നത് അങ്ങോട്ട് കയറ്റി വെക്കാൻ പാടില്ല, ഇങ്ങോട്ട് മാറ്റി വെക്കണം. ഇവിടെ ഫ്രണ്ടിൽ അങ്ങോട്ടുള്ള വഴിയുള്ള ആളുകൾ പറയുന്നത് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല, കുറച്ചകത്ത്. അപ്പോൾ അത് ആ കൂടി പിന്നെ എവിടെയാണ് സ്ട്രക്ചർ സെറ്റ് ചെയ്യാന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. ശരി. പിന്നെ ഇവരൊക്കെ ഏറ്റവും താഴ്ന്ന ആൾക്കാരായതുകൊണ്ട്, ഏറ്റവും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും താഴ്ന്ന ആൾക്കാരായതുകൊണ്ട് പണിക്കാരെ കിട്ടാൻ നമ്മളിപ്പോൾ മുന്നിട്ട് ഇറങ്ങിയാൽ പോലും ഇവിടെ പണിക്കാരെ കിട്ടാനും ബാമ്പ് കളക്ട് ചെയ്യാനൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ മഴ വരുന്നു, അങ്ങനെ കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ ലാഗ് ചെയ്ത് പോയിട്ട് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ 13-ാം തീയതി നമ്മൾ ടിൻ ഷീറ്റൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു. പക്ഷേ ഇത്രയും സമയം എടുത്തിട്ടാണ് നമ്മൾ ഒരു ചെറിയ വീട് പണിയാൻ പോലും നമുക്ക് പറ്റുന്നത്. ശരി ശരി. ഇപ്പോൾ ഈ പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തന്നെ. ഇത് ബാമ്പുവിൻ്റെ പണിക്കാർ അവർ സ്കിൽഡ് ലേബേഴ്സാണ്. അവർക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ സാധാരണ വേറെ പണിക്കാരും ഇത് ചെയ്യാൻ പറ്റില്ല. അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോഴാണ് കൃത്യം ഫ്രെയിമിൽ സ്ട്രോങ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഷെഡ് പണിത് ക്ലിയർ ആവില്ല. അപ്പോൾ ഇതിന് മണ്ണിൽ പണിയെടുക്കുന്നവർ തന്നെ പുല്ല് ചെത്തുന്ന ആൾക്കാർ വരെ ഉണ്ട്, കിളച്ച് നിലം ഒരുക്കുന്നവർ, അതൊക്കെ എക്സ്പേർട്ടുകൾ, സ്കിൽഡ് സെപ്പറേറ്റിന്റെ കാറ്റഗറി. മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉണ്ട്. അതിനെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ട്, വേലി കിട്ടുന്ന ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ വർക്കും ഒക്കെ അതൊക്കെ വേറെ രീതി. അപ്പോൾ ഇതിന് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞാൽ വരാതിരിക്കാം, അല്ലേ? ചിലപ്പം മുള സമയത്ത് കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള വീടുകൾക്ക് പലതരം പമ്പുണ്ട്. അപ്പോൾ മൂത്ത പമ്പ് ഇതിൽ തന്നെ മൂട്ട മീൻസ് തടിയുള്ള പമ്പ് കുറച്ചെണ്ണം വേണം. അത് ഒരു മീൻസ് തിന്നായിട്ടുള്ള പമ്പ്, അങ്ങനെ കുറച്ച് കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ട്. ബാമ്പു ഇട്ട് ഇത് നിങ്ങൾ കണ്ടില്ല, എഞ്ചിൻ വൺ എന്ന് പറഞ്ഞാൽ വണ്ടിയിലെ ബാമ്പ് വരും. ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ഉണ്ട്. അതിന് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കകം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരാഴ്ചക്കുള്ളിൽ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, അതുവരെ ഇപ്പോൾ ഇവർ ഇവിടെ പുറത്താണ് അവർ കുക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ ഷീറ്റ് വെച്ചിട്ട് ഇവര് കിടക്കുന്നത് ഇവര്. ഇതിനകത്ത് ഇപ്പം എങ്ങനെ കിടക്കും? മഴയൊക്കെ പെയ്യുമ്പോൾ മഴ പ്രശ്നമുണ്ട്. ഇന്നലെ മഴയുടെ പ്രശ്നം ഉണ്ടായിട്ട് അവരെന്ത് ചെയ്യും? ഇന്നലെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടായത്. ഇവിടെ ടിൻ ഷീറ്റ് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മക്കളെയും കൂട്ടി ഇങ്ങനെ കിടക്കണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്. ബ്രദേഴ്സ് ഒന്നും ഹെൽപ്പ് ചെയ്യില്ല അവരെ? അവർക്ക് ശരിക്കും പറഞ്ഞ സ്ഥലമില്ല, ചെറിയൊരു സ്പേസുകളല്ല, ചെറിയ സ്ഥലത്താണ് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ അവരെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഈ ഒരു സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയ വീടാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൊട്ടാരമാണ്. അവരുടെ മനസ്സിൽ വലിയൊരു കൊട്ടാരം തന്നെയാണ്, അല്ലേ? സാമ്പത്തികമായിട്ട് ഉന്നമനമില്ലാത്ത ആൾക്കാർ അവർ ഒരുപാടൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഒന്ന് കയറി കിടക്കാനായിട്ടുള്ള ഒരു വസതി അവർക്ക് കിട്ടുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്കിത് മനസ്സിലാവില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു, കാറ്റടിച്ചു. അപ്പോൾ ഇത് ടിൻ ഷീറ്റിൻ്റെ വീട് അത്യാവശ്യം നല്ല കാറ്റും ചിലപ്പോൾ പറന്നു നോക്കാം. ശരിയാണ്, ഉറപ്പില്ല. അതും വലിയൊരു കാര്യമാണ്. വലിയ പ്രശ്നം, നല്ല മഴ പെയ്താൽ പ്രശ്നമാണ്. ഓക്കെ. ഈ കുക്കിംഗ് ആണ് പിന്നെ അടുത്തൊരു ബുദ്ധിമുട്ട്, വെല്ലുവിളി നേരിടുന്നത്. ഈ ഒരു സ്ഥലത്ത്, പരിമിതമായ സ്ഥലത്ത് നിന്നുകൊണ്ട് വേണ്ട അവർ കുക്ക് ചെയ്യാനായിട്ട്.
പിന്നെ വെള്ളത്തിനൊക്കെ എന്താ ചെയ്യുക സാധാരണ രീതിയിൽ? വെള്ളം പൊതുവെ എല്ലായിടത്തും ഇവിടെ ഈ ഏരിയയിൽ പൊതുവെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയാം, വെള്ളമുണ്ട്. കുടിവെള്ളം എന്ന് പറയാൻ പറ്റില്ല. വെള്ളം കിട്ടും. ഓക്കെ പക്ഷേ ചിലയിടത്ത് ആഴ്സനിക്കിന്റെയും അയണിന്റെയും കണ്ടന്റ് ജോഗ്രഫിക്കലി ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് അതായത് ഹാർഡ് വാട്ടർ ആയിരിക്കും. ഹാർഡ് വാട്ടർ ആയിരിക്കും. ചിലയിടത്ത് ആഴ്സനിക്കിന്റെ കണ്ടന്റ് ഉണ്ട്, ഓക്കെ അയണിന്റെ കണ്ടന്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അവിടെ ആഴം കൂടുതൽ വേണ്ടിവരും. അപ്പോൾ അത് ഇവിടെ ചില കിണർ സാധാരണ 30 അടി 40 അടി താഴ്ച വെള്ളം കിട്ടും. ചില കിണറുകൾ 150, 200, 250, 300 ഒക്കെ ആഴത്തിൽ പോയി കഴിഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടർ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ശരി. കൃഷിക്ക് വെള്ളമുണ്ട്. കൃഷിക്ക് വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പൈപ്പ് ലൈൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പദ്ധതികൾ ഇവിടെ ഒരുക്കി അതിപ്പോൾ നിങ്ങൾ പലയിടത്തും കണ്ടുണ്ടാകും. ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ചിലയിടത്ത് റണ്ണിങ് ആണ്, ചിലയിടത്ത് റണ്ണിങ് അല്ല. പിന്നെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഏകദേശം ഒരു 2 വർഷം മുന്നേ ഇവിടെയൊക്കെ കുടിവെള്ളത്തിനുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഇതുവരെ കണക്ഷൻ ആയിട്ടില്ല. എപ്പോഴാന്നറിയില്ല. ഓക്കെ ഓക്കെ. ശരി ശരി. അങ്ങനേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലേ. പിന്നെ അതോടൊപ്പം തന്നെ ഇവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ കുറച്ച് ദൂരം പോകേണ്ടി വരും. ഇത് സാധാരണ ആഴ്ച ചന്തകളുണ്ട്. അങ്ങനെ നമ്മുടെ ആഴ്ചകളിൽ വ്യാഴാഴ്ച ഞായറാഴ്ച നമ്മുടെ ഇവിടെ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ദിവസങ്ങളിലായിട്ടാണ് ഈ ആഴ്ച ചന്തകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവർ അടുത്തുള്ള ആഴ്ച ചന്തയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. അത് വ്യാഴാഴ്ച ഞായറാഴ്ച ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലിവിങ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ അല്ലേ. ഈ വീടുകളുടെ ഒരു കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത്, കുറേ വീടുകൾ ഇഷ്ടിക ഉപയോഗിച്ച്, നമ്മുടെ മൺകട്ട ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത്, ചൂളയിൽ വെച്ച് ഉണക്കി ഉപയോഗിക്കുന്ന കട്ടകളുണ്ടല്ലോ, അതാണല്ലോ ഇവിടെ ഉപയോഗിക്കുന്നത് കൂടുതൽ. അതല്ലേ നമ്മുടെ സിമെന്റ് കട്ടകളൊന്നുമില്ല. സിമെന്റ് കട്ടകളൊന്നും ഹോളോബ്രിക്സ് ഇല്ല. അതൊന്നും അത്രയൊന്നും അഡ്വാൻസ്ഡ് ആയിട്ടില്ല ഇവിടെ. പിന്നെ ഇവിടെ പാറക്കല്ലില്ല. അതായത് ഇവിടെ ഒരു വെസ്റ്റ് ബംഗാളിൽ ഒരു 5-6 ജില്ലകളിൽ പാറയേ ഇല്ല ജോഗ്രഫിക്കലി. വേറെ സ്ഥലത്ത് കൊണ്ടുവരാനും പറ്റില്ല. അത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നോർത്ത് ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ ബീഹാറിന്റെ ഒക്കെ ബോർഡിൽ നിന്ന് അങ്ങനെയാണ് റോഡ് ടാറിങ്ങും നമ്മുടെ കോൺക്രീറ്റ് വാർക്കാനൊക്കെ റൂഫിനൊക്കെ ആയിട്ട് അങ്ങ് പുറമേ വരും. അപ്പൊ അതിന് നല്ല വിലയുണ്ട് അതിന്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഇവിടെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഈ പറയുന്ന കട്ടകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. മണ്ണിഷ്ടികയും പിന്നെ ബാമ്പും ലോക്കൽ കൺസ്ട്രക്ഷൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ടിൻഷീറ്റും പിന്നെ ഉപയോഗിക്കുന്നത് മേൽക്കൂരയായിട്ട്. സൈഡ് മറയ്ക്കാൻ അവർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ പൊതുവേ ബംഗാളിൽ കണ്ടുവരുന്ന വീടുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ടിൻഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കറിയാം വളരെ ചൂട് കൂടിയ കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ്. ചൂടുള്ള കാലങ്ങളിൽ തണുപ്പുള്ളപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇതിനകത്ത് എങ്ങനെ ഇവരിക്കും? ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മഴയെന്ന് പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ചൂടിനെ കംഫർട്ട് നമ്മൾ പറയാൻ പറ്റില്ല. പിന്നെ ഇതിന് മുന്നേ ജൂട്ട് ഉണ്ടായിരുന്നു. ജൂട്ടിന്റെ സ്റ്റിക്ക് വെച്ചിട്ട് റൂഫ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ് ഇല്ല. അതിനെക്കാട്ടിലും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൻഷീറ്റാണ്. അതിനിപ്പോൾ ടിൻഷീറ്റിലോട്ട് മാറിയത്. മറ്റേത് പിന്നെ പറഞ്ഞാൽ മെയിൻ്റനൻസും കൂടുതലായിരിക്കും. ഈ ടിൻഷീറ്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഒരു 5-8 വർഷം നിൽക്കും. 10 വർഷം നിൽക്കൂലേ? ഓക്കെ. നല്ല കാറ്റടിച്ചില്ലെങ്കിൽ ടിൻഷീറ്റ് നിൽക്കും, കുഴപ്പമില്ല. അതെ അല്ലേ. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലും ടിൻഷീറ്റ് ഇവർ ഉപയോഗിക്കുന്നത് അല്ലേ. ശരി ശരി. കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ആൾക്കാർ കോൺക്രീറ്റിൽ ഉപയോഗിക്കും. ബാക്കിയുള്ളവരെല്ലാം ടിൻഷീറ്റ്, മുളയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വീട് നിർമ്മാണ രീതിയാണ് ഇവിടെ കൂടുതലും. ഓക്കെ. നമ്മളങ്ങനെ ആ വീട് പണിയുന്ന ഭാഗത്തു നിന്ന് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്ന് ഒരു ചെറിയ കവലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴത്തേനും നാസർ ബന്ധു പറഞ്ഞു, ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ചായക്കടയിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ചായക്കട. പ്രായമായ ആൾക്കാർ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ ചെറിയൊരു കവലയാണ് കേട്ടോ. എന്തായാലും ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന പ്രായമായ ആൾക്കാരോടൊപ്പം നമ്മളും ഇരുന്ന് ചായ കുടിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ നമ്മളെ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ കേരളത്തിൽ നിന്നാണ് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കുകയും, പ്രത്യേകിച്ച് എനിക്ക് ഭാഷയൊന്നും അറിയില്ലെങ്കിലും ബന്ധു അവരോട് പറഞ്ഞു ഇദ്ദേഹം കേരളത്തിൽ നിന്നാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്തായാലും അങ്ങനെ കുറച്ച് നേരം അവരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ചായ കുടിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ എന്തായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ ബന്ധു താമസിക്കുന്ന വീടിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് എന്തായാലും ഇന്ന് കാണാൻ സാധിക്കില്ല, ഒരുപാട് നേരമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ.